നമസ്കാരം. സംവാദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുള്ള തിരഞ്ഞെടുപ്പ് വിശകലനം എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാടിന് വലിയ പ്രത്യേകതകളുണ്ട്, അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കമ്മ്യൂണിസ്റ്റിനോട്, CPM-നോട് പലപ്പോഴും ചാഞ്ഞും ചരിഞ്ഞും നിന്നിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള മണ്ഡലമാണ് പാലക്കാട്. എപ്പോഴും അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പലപ്പോഴും നമുക്കറിയാമല്ലോ, ഈ മലമ്പുഴ ജയിപ്പിച്ച് കയറ്റിയിട്ടുള്ള ഇടങ്ങളിൽ ഒന്നാണത്. സ്വന്തം തട്ടകം പോലും തോൽപ്പിച്ചപ്പോഴും മലമ്പുഴ എപ്പോഴും ചുവന്ന് തന്നെ ഇരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയാറുള്ളത് പാലക്കാട് എന്ന് പറയപ്പെടുന്നത് ചുവപ്പിൻ്റെ കോട്ടയാണെന്ന്. അങ്ങനെയുള്ള ആ മണ്ഡലത്തിലേക്കാണ് നമുക്കിന്ന് പോകേണ്ടത്. അവിടെ ഇങ്ങനെ നവാഗതരൊന്നുമല്ല, എല്ലാവരും അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. A. വിജയരാഘവനും B. K. ശ്രീകണ്ഠനും ഒപ്പം തന്നെ ശ്രീകൃഷ്ണകുമാറും. ശ്രീകൃഷ്ണകുമാർ കഴിഞ്ഞ തവണ BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. A. വിജയരാഘവൻ വീണ്ടും മത്സരരംഗത്തേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ശ്രീകണ്ഠൻ സിറ്റിംഗ് MP ആണ്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനിലൊന്നും അല്ലെങ്കിലും വിജയിച്ച് കയറിയ ഒരു നേതാവാണ് V. K. ശ്രീകണ്ഠൻ, കോൺഗ്രസിൻ്റെ. അങ്ങനെ ഈ വർഷത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമ്പോഴും V. K. ശ്രീകണ്ഠൻ തന്നെ സിറ്റിംഗ് MP-മാരെല്ലാം മത്സരിക്കണമെന്നുള്ള AICCയുടെ തീരുമാനപ്രകാരം സിറ്റിംഗ് MP ആയിട്ടുള്ള V. K. ശ്രീകണ്ഠൻ തന്നെ വീണ്ടും പാലക്കാട് മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത. ഇങ്ങനെ പ്രത്യേകതകളുള്ള നമ്മുടെ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അവിടെ എത്തുമ്പോഴത്തേനും നമുക്കറിയാമല്ലോ, ഏകദേശം 7 നിയമസഭാ മണ്ഡലങ്ങൾ, പട്ടാമ്പിയും ഷൊർണൂറും ഒറ്റപ്പാലവും കോങ്ങാടും മണ്ണാർക്കാടും മലമ്പുഴയും ഒക്കെ അടങ്ങുന്ന, പാലക്കാടും കൂടി ചേരുന്ന ഒരു 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം. സത്യത്തിൽ അവിടെ ഒരു ചുവപ്പിന്റെ ആധിപത്യമുള്ള മേഖലയാണ്. എങ്കിലും നമുക്കിപ്പോൾ BJP-ക്ക് കൂടി സാധ്യത കൂടുതലുള്ള മണ്ഡലം. കാരണം കുറേ നാളുകളായി BJP അവിടെ വോട്ട് വർദ്ധിപ്പിക്കുന്നത് വളരെ സ്ലോ ആണെങ്കിലും നല്ല രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൂടാതെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ജനകീയനായ ഒരു സ്ഥാനാർത്ഥി, കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ജനകീയനായ ഒരു, അവിടുത്തെ കൗൺസിലും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരുന്ന ആളാണ്. വളരെ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയാണ്. കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലൊരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, തൻ്റെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി കൃഷ്ണകുമാറിനെ സമീപിക്കുന്നു. കൃഷ്ണകുമാറിനെ സമീപിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ കൃഷ്ണകുമാർ അങ്ങോട്ട് വിളിച്ച് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ വാങ്ങി ഉടൻ തന്നെ ശരിയാക്കി കൊടുത്തു. അത്രയ്ക്ക് ആ മണ്ഡലത്തിൽ സ്വാധീനമുള്ളൊരു വ്യക്തി കൂടിയാണ് കൃഷ്ണകുമാർ. മാത്രമല്ല, കഴിഞ്ഞ തവണ മലമ്പുഴയിൽ മത്സരിച്ചപ്പോഴും മലമ്പുഴയിൽ നല്ല രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. മാത്രമല്ല, BJP-യുടെ സംഘടനാ സംവിധാനം, BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ BJP-യുടെ സംഘടനാ സംവിധാനത്തെ നന്നായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ കൂടിയാണ്. ഇതൊക്കെ ഈ പോസിറ്റീവായ ഘടകമാണ്. മാത്രമല്ല, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ തന്നെ 2,18,556 വോട്ടുകൾ, അതായത് 21.44% വോട്ടുകൾ നേടിയെടുക്കാൻ ശ്രീകൃഷ്ണകുമാറിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. പാലക്കാടിൽ മോദിയുടെ ജൽജീവൻ മിഷൻ എന്ന പദ്ധതി ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കിയ സ്ഥലങ്ങളിലൊന്നാണ്. കാരണം പാലക്കാടിൻ്റെ ഒരു പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കൃഷ്ണകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും V. K. ശ്രീകണ്ഠനെയും, V. K. ശ്രീകണ്ഠന് മറ്റൊരു ഗുണം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അത് ഉണ്ടാകുമോ എന്നറിയില്ല. ഷാഫി പറമ്പിലിനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടാണ് പാലക്കാട് ഷാഫിയുടെ ഒരു, നമുക്കറിയാം, തട്ടകമാണ്. ഷാഫി പാലക്കാട് എന്ന പേരിൽ എഴുതി ചേർത്ത പോലെയാണ് ഇപ്പോൾ ഷാഫിയുടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല, പാലക്കാട് ആൾക്കാർക്ക് അത്രയേറെ ഷാഫിയെ ഇഷ്ടവും. പാലക്കാട് ആ നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് വളരെ പ്രധാനപ്പെട്ട വോട്ടാണ്. പക്ഷെ ആ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തന്നെയുള്ള ആളാണ് കൃഷ്ണകുമാർ. ആ വോട്ടുകൾ കൃഷ്ണകുമാറിനെ തുണയ്ക്കുമോ അതോ ശ്രീകണ്ഠനെ തുണയ്ക്കുമോ എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. പിന്നെ വിജയരാഘവൻ്റെ ഒരു എൻട്രി, LDF-ന്റെ കൺവീനറൊക്കെ ആയിരുന്ന വിജയരാഘവൻ വീണ്ടും പാർലമെന്ററി ജനാധിപത്യത്തിലേക്കും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൊക്കെ കടന്നു വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് 2024. വളരെ സമുന്നതരായ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് LDF തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിക്കുവാനുള്ള ശ്രമം നടത്തുകയും, കാരണം വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർക്കില്ല. കാരണം പരാജയം അവർ സങ്കല്പിക്കുന്നതേ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും നേടേണ്ട ആവശ്യവുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പല മണ്ഡലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളും KK ശൈലജയെ, K. രാധാകൃഷ്ണനെ, ഒപ്പം തന്നെ ഇപ്പോൾ VS വിജയരാഘവനെ അടക്കമുള്ളവരെ. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് മരണ പോരാട്ടമാണ്. കാരണം അവരുടെ പാർട്ടി ചിഹ്നം കുറിച്ച് കേരളത്തിൽ നിന്ന് കിട്ടുന്ന സീറ്റുകൾ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഉറപ്പിക്കാൻ കഴിയൂ, ബാക്കി ഒരു സീറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു MLA-മാരെയും മന്ത്രിമാരെയും ഒക്കെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് എന്നാണ് തോന്നുന്നത്. അതെന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജനകീയരായിട്ടുള്ള മന്ത്രിമാരെ, ജനശ്രദ്ധ നേടിയിട്ടുള്ള അല്ലെങ്കിൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള MLA-മാരെ, ഇവരെയൊക്കെയാണ് ഇതിനകത്തേക്ക്.
16 മുതൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ മുഖമായിരുന്ന ആരോഗ്യമന്ത്രിയാണ് കെ ശൈലജ. കെ ശൈലജയ്ക്കിടെ എനിക്ക് തോന്നുന്നു കെ ശൈലജ മാത്രമാണ് ആരോഗ്യമന്ത്രി ആയിരുന്നുകൊണ്ട് ആ ഒന്നാം പിണറായി സർക്കാരിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ആരോഗ്യവകുപ്പ് എന്ന് പറയപ്പെടുന്നതിന് അന്ന് ദ്രുതഗതിയിൽ ചിലപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടി വന്ന പല ഘട്ടങ്ങളും ഉണ്ടായി എന്നുള്ളത്. ഒന്നാമതായിട്ട് നിപ്പയുടെ ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടായി. പ്രളയം ഉണ്ടാകുന്നു, ഒന്നാം പ്രളയം ഉണ്ടാകുന്നു, രണ്ടാം പ്രളയം ഉണ്ടാകുന്നു, ഒരു മിനി പ്രളയമൊക്കെ ഉണ്ടാകുന്നു. ഇത് കഴിയുമ്പോൾ അടുത്ത കൊറോണയുടെ കാലഘട്ടം, കൊറോണയിൽ വല്ലാതെ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് വല്ലാത്ത വിഷയം ഉണ്ടാകുന്നു. അതിനെയൊക്കെ അതിജീവിക്കാൻ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിലെ പ്രവർത്തനം കെ ശൈലജയ്ക്ക് ഗുണകരമായി. പക്ഷേ അത് കെ ശൈലജയ്ക്ക് വ്യക്തിപരമായി ദോഷം ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം പിണറായി വിജയന്റെ നോട്ടപ്പുള്ളിയാവാനും പിണറായി വിജയൻ അടുത്ത മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താതിരിക്കാനുമുള്ള കാരണമായത് ഒരു പക്ഷേ നല്ലൊരു പ്രവർത്തനമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം വ്യക്തിപരമായി ദോഷം ചെയ്തു, രാഷ്ട്രീയപരമായിട്ടുള്ള കരിയറിനെയും ബാധിച്ചു. കാരണം ഇപ്പൊ തന്നെ ഈ നമുക്കറിയാമല്ലോ, വടകരയിൽ കൊണ്ടു നിർത്തി വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സംഭവമാണ്. ജയിച്ചാലും തോറ്റാലും ശൈലജയ്ക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഗുണമില്ല. ജയിക്കുമെന്ന് ഉറപ്പ് അത് പല ഘടകങ്ങളുണ്ട്. ഒന്ന് രമ ഉയർത്തുന്ന ശക്തമായ വെല്ലുവിളി എവിടെയുണ്ട്. അതിനുമപ്പുറം ഇപ്പോൾ ഒരു ബോംബ് പൊട്ടിക്കൽ അതെ, ഒരു പാനൂർ ബോംബ് സ്ഫോടനം അവിടെ കൊണ്ട നിർത്തിയതും പോരാ, വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പ് വീണ്ടും ഒരു ബോംബ് സ്ഫോടനം. പറയുന്നത് ഈ ബോംബ് സ്ഫോടനം പോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ തോൽവി എനിക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ CPM ആണ് എന്ന് പറയേണ്ട ഒരു സ്ഥിതി. പിന്നെ ഷാഫി പറമ്പിൽ എന്ന ജനകീയനായ സ്ഥാനാർത്ഥിയുടെ വരവ്, ഇതൊക്കെ വലിയ ഘടകങ്ങളാണ്. അതുകൊണ്ട് കെ ശൈലജ അവിടെ തോറ്റാലും ജയിച്ചാലും കെ ശൈലജയ്ക്ക് കുറവാണ് എങ്ങനെയാണെങ്കിൽ. കാരണം കെ ശൈലജ തോക്കുകയാണെങ്കിൽ ജനകീയ നേതാവ് ആയിരുന്നില്ല എന്ന് തെളിയിക്കുവാനുള്ള ഒരു ശ്രമം അതിൽ പിണറായി വിജയൻ വിജയിക്കുന്നു. 2, വിജയിക്കുകയാണെങ്കിൽ ലോക്സഭയിലേക്ക് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുക. ഈ പിണറായി വിജയന്റെ കേരളത്തിലെ ഭീഷണി അങ്ങനെ ഭീഷണി ഒഴിവാക്കപ്പെടാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് കെ രാധാകൃഷ്ണനും ആലത്തൂരിൽ മത്സരിക്കുന്നത്. ഇനി പിണറായി വിജയൻ ഒഴിവാക്കിയാലും പിണറായി വിജയൻ മാത്രമല്ല, അടുത്ത് വരുന്ന മുഹമ്മദ് റിയാസിനും കെ ശൈലജയും കെ രാധാകൃഷ്ണനും പ്രശ്നക്കാരാണ്. ഇവരെല്ലാം പാർലമെന്ററി ജനാധിപത്യ സീനിയോറിറ്റി ഉള്ളവരാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാൾ നേതാവിനെ കൊണ്ടുവരിക. ഒന്നാമത് മരുമകനെ വാഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും, പട്ടാഭിഷേകം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്മാവനായിട്ടുള്ള രാജാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരൊറ്റ ചിന്ത ഇത്രയേ ഉള്ളൂ, ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മരുമകനാകട്ടെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട്. ഈ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഈ അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു പല സംഭവങ്ങളിലൂടെ അദ്ദേഹം ഒരു വിഭാഗത്തെ ചേർത്ത് നിർത്താൻ ശ്രമം നടത്തുന്നുണ്ട്. ഹിന്ദുക്കളെ എത്ര ദൂരത്ത് നിർത്തിയാലും മറ്റുള്ള ജനവിഭാഗങ്ങളെ, ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയും ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താനുമുള്ള ശ്രമം നടത്തുന്നു. അതൊരു പക്ഷേ മരുമകന്റെ മുഖ്യമന്ത്രി പദവി ഓർത്തിട്ടാകും നാളെ ഒരു കാലത്ത് അത് സംസാരിക്കാൻ. അതിനകത്തുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ CPI ദുർബലമാകും. CPI ദുർബലമാകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. CPIക്ക് അങ്ങനെ ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥ നേരിടുന്ന സമയമാണ്. പക്ഷേ വടക്കൻ കേരളത്തിലൊക്കെ വലിയ സ്വാധീനമുള്ള മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന ആ ശക്തിയെ കൂട്ടുപിടിക്കുവാനുള്ള വലിയ ശ്രമം പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ വളരെ അടുത്ത ബന്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ CPI പോകുന്നെങ്കിൽ പൊക്കോട്ടെ, പകരം മുസ്ലിം ലീഗിനെ എടുക്കുക, ഒപ്പം മരുമകനോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ ഭരിക്കാൻ ഉതകുന്ന തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ കളിയൊക്കെ തന്ത്രമൊക്കെ മനസ്സിൽ മെനഞ്ഞു വെക്കുന്നുണ്ട് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുവാനും ഒപ്പം തന്നെ തൻ്റെ അപ്രമാദിത്വം ഇല്ലാതാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കെ ശൈലജയാണെങ്കിലും കെ രാധാകൃഷ്ണനാണെങ്കിലും ഇനി വിജയരാഘവനാണെങ്കിലും, വിജയരാഘവനൊന്നും അദ്ദേഹത്തിന് വെല്ലുവിളിയൊന്നും അല്ലാത്തതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. കെ രാധാകൃഷ്ണനും കെ ശൈലജയൊക്കെ വളരെ ജനകീയരായിട്ടുള്ള നേതാക്കളാണ്. കെ രാധാകൃഷ്ണനൊക്കെ സ്വാധീനം വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ കെ രാധാകൃഷ്ണനെ പോലുള്ള ആൾക്കാരെ പ്രൈവറ്റ് സെക്ടറിൽ അവരുടെ CPMന്റെ പ്രകടന പത്രിക തന്നെ പ്രൈവറ്റ് സെക്ടറിൽ പോലും സംവരണം കൊണ്ടുവരും എന്നുള്ളതാണ്. പക്ഷേ പൊളിറ്റ് ബ്യൂറോയിലൊക്കെ എത്തിക്കേണ്ട ഒരാളാണ് കെ രാധാകൃഷ്ണൻ. ഇത്രയും കാലമായിട്ടും ഒരാളെ പരാജയപ്പെടുകയാണെങ്കിൽ ഇനി ഒരിക്കലും പൊളിറ്റ് ബ്യൂറോയ്ക്ക് എത്താൻ പറ്റത്തില്ല. ജനകീയ നേതാവ് എന്നുള്ള മുദ്ര കുത്തപ്പെടും. പണ്ട് പൊളിറ്റ് ബ്യൂറോ സംവിധാനം തന്നെ ഇപ്പൊ ഇല്ല. SC സംവിധാനങ്ങളിൽ അറിയാമല്ലോ, അങ്ങനെയുള്ള അല്ലെങ്കിൽ അതിന് താഴേക്കുള്ള ആൾക്കാരെ പോളിംഗ് ബ്യൂറോയിൽ തന്നെ ഉൾപ്പെടുത്തുവാൻ വലിയ പ്രയാസമുണ്ട്. ആരുമില്ല. സവർണ്ണ മേധാവിത്വം ഒക്കെ പറയുന്ന അല്ല, BJPയിലാണ് സവർണ്ണ മേധാവിത്വം എന്നാണ് CPM എന്നൊക്കെ വേർതിരിവൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴും എന്തുകൊണ്ടോ ഈ പാർട്ടിക്കുള്ളിൽ വല്ലാത്ത ഒരു സവർണ്ണ മേധാവിത്വ മനസ്സുണ്ട്.
ഫ്യൂഡലിസ്റ്റുകളെ എതിർക്കുമ്പോഴും ഒരു ഫ്യൂഡലിസ്റ്റ് ചിന്താഗതിയുണ്ട്, ബൂർഷകളെ എതിർക്കുമ്പോഴും ഒരു ബൂർഷ മനസ്സുള്ള ഒരു കമ്മ്യൂണിസമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റാണ്. പണ്ടും ഇന്നൊക്കെ അതൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. വി എസ് അച്യുതാനന്ദനെ പോലെ ഒരാളെ എത്രയോ കാലമാണ് അങ്ങനെ. അതെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളിലാണ് ഈ പല നേതാക്കന്മാരെയും പല തട്ടങ്ങളിൽ കൊണ്ടിട്ടിട്ട് വിജയപരാജയങ്ങൾ എന്നുള്ളത് അറിയാമല്ലോ. പലപ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരം എപ്പോഴായിരുന്നാലും ഉണ്ടാകും. 10 വർഷം ഭരിക്കുമ്പോൾ കൂടുതലുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ 8 വർഷം കൊണ്ട് ജനങ്ങൾക്ക് മതിയാകുന്ന തരത്തിലുള്ള ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ഈ ഭരിച്ചതിന് 10 വർഷമായിട്ട് ഭരിക്കുന്ന 8 വർഷം കൊണ്ട് ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതേ ഭരണം കാഴ്ചവെക്കുന്ന BJP ജനകീയമാവുകയും കൂടുതൽ ജനങ്ങളിലേക്ക് ചെല്ലുകയും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരണം പിടിക്കുകയും ചെയ്യുകയാണ് കേന്ദ്രം ഭരിക്കുന്ന BJP. പക്ഷേ സംസ്ഥാനത്ത് ഭരിക്കുന്ന CPM-നെ എത്രത്തോളം വെറുക്കാമോ അത്രത്തോളം CPM അണികൾ തന്നെ വെറുത്തു തുടങ്ങി. ജനോപകാരപ്രദമാകുന്ന പദ്ധതികളും ജനവിരുദ്ധമാകുന്ന പദ്ധതികളും ഉണ്ടാകുന്നത്. BJP എന്ന് പറയപ്പെടുന്നത് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ അത് ജനോപകാരപ്രദമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട് എന്നുള്ളത് ജനത്തിന് ബോധ്യപ്പെടുന്നു. മറ്റൊന്നതല്ല, എന്തും വളരെ ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുകയും എന്തിനും അത്തരത്തിൽ ധാർഷ്ട്യത്തിന് മാത്രം മറുപടി പറയുകയും ജനവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അങ്ങനെയുള്ള വ്യത്യസ്തതയാണ്. ഇപ്പോൾ രണ്ടുപേരും ഭരിക്കുന്ന 2 വട്ടം തുടർച്ചയായിട്ട് ഭരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും BJPക്ക് എന്തുകൊണ്ടാണ് അനുകൂല ഘടകമെന്ന് മാത്രമല്ല അഴിമതി ഇല്ലാത്തൊരു സർക്കാർ എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിച്ഛായ പക്ഷേ കേരളത്തിലെ സർക്കാരിന് അത് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ കുറച്ച് ആൾക്കാരുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിലെ ജനങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യുമെന്ന് പറയുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിക്കല്ല, ഞങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യുന്നു. അതെ, അങ്ങനെ പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. അത് ഞാൻ കഴിഞ്ഞ ദിവസം അവർ മോദിക്കാണ് വോട്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. BDJS ആണെങ്കിലും വി മുരളീധരനാണെങ്കിലും ശോഭാ സുരേന്ദ്രനാണെങ്കിലും അവിടെ മോദി പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അനിൽ ആന്റണിക്കല്ല വോട്ട്, മോദിക്കാണ് വോട്ട്. അപ്പോൾ ആ മോദി എഫക്റ്റ് എന്നുള്ളത് വളരെ കൃത്യമായി ഉണ്ടാകും. അപ്പം മോദിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സമൂഹമുണ്ട്. അവർക്ക് പക്ഷേ താമരയാണെങ്കിൽ മാത്രമേ വോട്ട് വീഴൂ. അപ്പം അങ്ങനത്തെ ഒരു മാജിക്കുണ്ട്. ആ മാജിക്കിൽ ഇവിടെ കൃഷ്ണകുമാറിനും അത്തരത്തിലൊരു പ്രതിഫലനം ഉണ്ടായേക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ കഴിഞ്ഞ 2019 തന്നെ കൃഷ്ണകുമാർ 2,18,556 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതായത് ജയിച്ച സ്ഥാനാർത്ഥിയേക്കാൾ ഏകദേശം 18% വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടിയും 21.44% വോട്ടുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയ കുറവായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. എന്നാൽ അത് 2019 ഇതാണെങ്കിൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ സ്ഥിതിവിശേഷം മാറി മോദി തരംഗം എന്നുള്ളത് വല്ലാതെ ഉയർന്നു വരുന്നു. കാരണം 2014 മുതൽ 19 വരെ ഒരു മോദി ഭരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് നടന്ന അഴിമതികളുടെ കറ പുരണ്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കുകയും അതിനെ തുടച്ചു നീക്കുകയും ചെയ്യുന്നുള്ള ഒരു വലിയ ശ്രമം ഈ 5 വർഷക്കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നു. 2019 മുതൽ എന്നാൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ വികസനം എന്ന് പറയപ്പെടുന്നത് മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള വികസന തന്ത്രങ്ങൾ മെനയുന്നു. വികസനത്തിന് വേണ്ടിയുള്ള വലിയ വലിയ സാധ്യതകൾ തുറന്നിടുന്നു. അപ്പോൾ അതിലൂടെ നടന്നു തുടങ്ങുകയാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്യുകയാണ്. വലിയ വലിയ റോഡുകൾ ഉണ്ടാക്കുന്നു, പാലങ്ങൾ ഉണ്ടാക്കുന്നു, പലതരത്തിലുള്ള വ്യവസായശാലകൾ ഉണ്ടാക്കുന്നു, വ്യവസായങ്ങൾ ഉണ്ടാക്കുന്നു. മാത്രമല്ല ഇവിടെ നമ്മുടെ രാജ്യത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാർഷികപരമായിട്ടുള്ള പലതരത്തിലുള്ള ഗുണമേന്മയുള്ള പദ്ധതികളും ആരംഭിച്ചുകൊണ്ട് ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കർഷകരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ. അതാണ് മോദി സർക്കാർ. അതുകൊണ്ടാണ് മോദി സർക്കാർ കഴിഞ്ഞ 5 വർഷമായി നടത്തി വരുന്ന ആ പ്രവർത്തനങ്ങൾ നമുക്ക് പകുതിയിൽ വെച്ച് നിർത്താൻ കഴിയില്ല എന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റ് പലരും അങ്ങനെയല്ല. കാരണം ആരുടെയെങ്കിലാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഈ 10 വർഷം കൊണ്ട് ഒരാൾ ഭരിക്കുമ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആളടക്കം അതിൻ്റെ മന്ത്രിസഭ മുഴുവൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. ആരും പറയാതെ തന്നെ അത്തരത്തിലുള്ള അഴിമതികൾ നമുക്കറിയാൻ കഴിയും. അങ്ങനെ അഴിമതിയുടെ കറ പുരളാത്ത ഒരു സർക്കാർ, അതാണ് മോദിയുടെ 10 വർഷം എന്ന് പറയപ്പെടുന്നത്. അതേസമയം പിണറായിയുടെ 8 വർഷം എന്ന് പറയപ്പെടുന്നത് അഴിമതി മാത്രം, പ്രതിപക്ഷത്തിന് അത് മാത്രമേ ഉന്നയിക്കാനുള്ളൂ, മാധ്യമങ്ങൾക്ക് അത് മാത്രമേ വിളിച്ചു പറയാനുള്ളൂ എന്നും അവിടെ സ്വർണ്ണക്കടത്തും മാസപ്പടിയും എന്ന് പലതരത്തിലുള്ള വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്തിന് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയാൻ ഒരു അഴിമതി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമുണ്ട് രണ്ടിടത്തും. തുടർഭരണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ തുടർഭരണത്തിൽ ഒരിടത്ത് ജനവിരുദ്ധതയും ഒരിടത്ത് ജനോപകാരവും, ഇങ്ങനെയുള്ള 2 പ്രക്രിയയാണ് നടക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പുറത്ത് ഇങ്ങനെയുള്ള മന്ത്രിമാരെയും MLA മാരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടു നിർത്തി എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യവും
അല്ലെങ്കിൽ സീനിയോറിറ്റി മറികടക്കാനായിട്ട് നിൽക്കുന്നവരെ അവരെ തള്ളിക്കളയുക എന്നൊരു ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് എന്ന് പറയാനിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്കിതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രീകണ്ഠനും ഈ പറയുന്ന പോലെ ഇലക്ഷൻ കാലങ്ങളിലൊന്നും തിരഞ്ഞെടുപ്പ് കാലങ്ങളിലൊന്നും ഒരിക്കലും ജയിക്കുമെന്നോ അല്ലെങ്കിൽ അവർ പലപ്പോഴും അടികൂടിയൊക്കെയാണ് ഒരു ഇലക്ഷന്. സത്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്ത ഒരാളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDF തരംഗമുണ്ടായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട അത് മുതലെടുത്തുകൊണ്ട് മാത്രം ജയിച്ച ഒരാളാണ്. ഞാൻ പറയാം, അന്നത്തെ ഇലക്ഷന് കിട്ടിയ ബാക്കിയുള്ളവരെല്ലാം 50,000-ന് മുകളിൽ അല്ലെങ്കിൽ 1,00,000-ന് മുകളിലേക്കൊക്കെ ഭൂരിപക്ഷത്തിൽ പോകുമ്പോഴും ഇദ്ദേഹം ആകെ 11,637 വോട്ടിന് മാത്രം വിജയിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശ്രീല പറഞ്ഞ പോലെ ഈ VK ശ്രീകണ്ഠനൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ചില ഭാഗ്യാന്വേഷികളായിരുന്നു. അവർക്ക് അതിൽ അവർ സത്യം പറഞ്ഞാൽ ഗുണകരമായിട്ടുണ്ട്. കാരണം ഇവരൊക്കെ എത്രയോ കാലങ്ങളായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ സംയോജിക്കും. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ സീറ്റ് കിട്ടുന്നത് ഈ 10 വർഷത്തിന് ശേഷമാണ്. അതിനു മുമ്പാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയിട്ടുള്ളത്. നിയമസഭ അത് ഒക്കെ കോടിയേരിയോട് മത്സരിക്കുക, തലശ്ശേരി മത്സരിക്കുക, എവിടെയെങ്കിലും കൊണ്ട് കൊല്ലാനുണ്ടെന്ന പോലെ അല്ലേ, അങ്ങനെയുള്ള സീറ്റുകളാകട്ടെ. കാസർഗോഡും പരാജയപ്പെടുത്താൻ കൊണ്ട് നിർത്തിയത്. പക്ഷേ അവസാനം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഒറ്റ ഇടപെടൽ കാരണമാണ് അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ സീറ്റ് ലഭിക്കുന്നതും അദ്ദേഹം വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് സീറ്റ് നൽകുന്നതും. ആ രാജ്മോഹൻ ഉണ്ണിത്താനും VK ശ്രീകണ്ഠനും സത്യത്തിൽ ആ സുനാമി രക്ഷപ്പെട്ടു പോയാൽ. പക്ഷെ VK ശ്രീകണ്ഠനേക്കാൾ എനിക്ക് തോന്നുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡിൽ കുറച്ചുകൂടി എന്തെങ്കിലും വിവാദങ്ങളെങ്കിലും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരാളുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കുറിമായിക്കായിരുന്നു ആദ്യത്തെ പണി. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ആ കുറിയായിരുന്നു. ഏത് കാലത്തും രാജ്മോഹൻ ഉണ്ണിത്താനെ കുറിയില്ലാതെ കണ്ടത് കഴിഞ്ഞ MP ആയ ശേഷം. അതിന് മുമ്പ് കണ്ടിട്ടില്ല. അതിന് അദ്ദേഹം ഒരു ന്യായീകരണവും പറയുന്നുണ്ട്. കുറി അദ്ദേഹത്തിന് പെട്ടെന്ന് അലർജി ആയിരുന്നു. അതൊക്കെ പുള്ളി പറയും. കാരണം പുള്ളി അങ്ങനെ ന്യൂനപക്ഷങ്ങളെ സത്യത്തിൽ ന്യൂനപക്ഷങ്ങൾ ഇത്ര ബുദ്ധിയില്ലാത്തവരാണോ എന്ന് ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. ഇത്രയും അത് രാഷ്ട്രീയപരമായിട്ടൊരു തന്ത്രമാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ. അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചിരിക്കുന്നത്. പലപ്പോഴും എനിക്ക് തോന്നുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ സ്പോൺസർമാരുടെ ആവശ്യം തന്നെ ഇല്ല എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ഒരുപാട് കമ്മിറ്റഡ് ആണ് പുള്ളി. 5 വർഷം കൊണ്ട് പുള്ളി അവിടെ അത്രത്തോളം VK ശ്രീകണ്ഠൻ അത്ര മണ്ഡലത്തിൽ നിറഞ്ഞതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. VK ശ്രീകണ്ഠൻ അത്തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം അത് ഈ ടേമിൽ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളത് വലിയ പ്രയാസമാണ്. കാരണം അതാണ് ഇപ്രാവശ്യം പോണത്. ഒരു പക്ഷേ അവിടെ വിജയരാഘവന് ലഭിക്കുന്ന വോട്ടിനേക്കാളേറെ കൃഷ്ണകുമാർ പിടിച്ചു മാറ്റുന്ന വോട്ടുകളിലാണ്. അതെ തീർച്ചയായും അവിടെ ചിലപ്പോ കൃഷ്ണകുമാർ ജയിച്ചു പോകുമോ എന്ന തരത്തിൽ പോലും പലപ്പോഴും പുറത്തേക്ക് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവും. പക്ഷെ അവിടുത്തെ സാധ്യതകൾ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. 11,657 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് 2019. അത് കൃഷ്ണകുമാർ വിചാരിച്ചാൽ വളരെ ഈസി ആയിട്ട് പിടിച്ചു മാറ്റാം. കാരണം ഈ പറഞ്ഞ 2,18,000 വോട്ട് പിടിച്ച ശ്രീ കൃഷ്ണകുമാറിന് ഒരു 3,00,000-ലധികത്തിൽ എത്താൻ ഒരു കുഴപ്പമില്ല ഉണ്ടായോ, അത്തരത്തിലുണ്ടാകും. അങ്ങനെ വരികയാണെങ്കിലാണ് ഈ പറഞ്ഞ പോലെ അവിടെ പോൾ ചെയ്തിട്ടുള്ള 10,19,337 വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. അതേ പോളിംഗ് ഇപ്രാവശ്യവും നടക്കുകയാണെന്നുണ്ടെങ്കിൽ 3,00,000-ലധികം വോട്ടുകൾ ഇവിടെ C കൃഷ്ണകുമാർ പിടിക്കുകയാണെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ പോലും വിജയ ഘടകം അല്ലെങ്കിൽ വിജയിക്കുന്നത് ആരാണ് എന്ന് തെളിയിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ശ്രീ കൃഷ്ണകുമാർ ആയിരിക്കും. അത് അങ്ങനെ സാധ്യതയുണ്ട്. ഇനി അല്ല കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ജയിക്കാൻ സാധ്യതകളുണ്ട്. കാരണം ഈ 10 ലക്ഷം വോട്ടിൽ നിന്ന് വിജയരാഘവന് ലഭിക്കാവുന്നതും ശ്രീകണ്ഠന് ലഭിക്കാവുന്നതുമായിട്ടുള്ള വോട്ടുകളിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ടുകൾ തന്നെ 3,99,274 വോട്ടാണ് ശ്രീകണ്ഠൻ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. അതേസമയം MP രാജേഷ് 3,87,637 വോട്ട്. ഇതൊക്കെ 38.3% വോട്ടാണ്. എപ്പോഴും കേരളത്തിൽ ഒരു 34, 35, 38 വരെ 35 മുതൽ 38 വരെയുള്ള അവരുടെ കേഡർ വോട്ടുകൾ CPM-നുണ്ട്. ആ വോട്ടുകൾ അവർക്ക് തന്നെ ലഭിക്കുന്നതാണ്. മറ്റത് 39.17%, വെറും 1% അല്ലെങ്കിൽ 1.17% വ്യത്യാസം മാത്രമാണ് ഇവർ തമ്മിലുള്ളത്. ആ വ്യത്യാസം ഇവിടെ ശ്രീ കൃഷ്ണകുമാർ തീർത്തു കൊടുക്കുകയാണെങ്കിൽ വിജയിക്കാൻ സാധ്യത അങ്ങനെ വിജയരാഘവൻ. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാകുന്നുണ്ട്. അതല്ല ഈ നമുക്കറിയാം ഭരണവിരുദ്ധ വികാരവും ഒപ്പം തന്നെ ഇവർ രണ്ടുപേരായിരുന്നാലും ഇപ്പം വിജയരാഘവനാണെങ്കിലും ശ്രീകണ്ഠനാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ കൈവക്കേണ്ടത് ഇന്ത്യ മുന്നണിക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു മുന്നണിയുടെ ആവശ്യമില്ല എന്ന്. മാത്രമല്ല ഈ കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മറ്റേത് BJP സ്ഥാനാർത്ഥിയെക്കാളും
കൃഷ്ണകുമാർ സംസ്ഥാന നേതൃത്വത്തിലുണ്ടെങ്കിൽ പോലും പാലക്കാടിനെ സ്നേഹിച്ച് പാലക്കാടും മലമ്പുഴിയും ഒക്കെയുള്ള മണ്ണാർക്കാടും ഒക്കെ ആയി നിന്ന് അങ്ങനെ പൊതുപ്രവർത്തനം നടത്തി അവിടെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു BJPയുടെ അത്തരമൊരു നേതാക്കന്മാരെ കാണാൻ കഴിയില്ല. സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച് ഗ്രൗണ്ട് മുതൽ പ്രവർത്തിച്ചു തുടങ്ങി കൗൺസിലറായി തുടങ്ങിയതാണ്. അപ്പോൾ ഓരോ വീടുകൾ പോലും അറിയുന്ന പരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇപ്പോൾ കൗൺസിലറാണ് മറ്റൊരു വാർഡിൽ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അവിടെ നല്ല വ്യക്തിബന്ധങ്ങളും ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. എനിക്ക് തോന്നുന്നു VK ശ്രീകണ്ഠനേക്കാൾ ഒരു പക്ഷേ അവിടെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടത്, അത് വോട്ടാകുമോ വോട്ടാകില്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ജനങ്ങളുടെ മനഃശാസ്ത്രമാണ്, രാഷ്ട്രീയമാണ്, നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അവിടെ ജനകീയത കൂടുതലുള്ള ഈ 3 പേരെ നോക്കുമ്പോഴും വിജയരാഘവൻ CPM-ന് ജനകീയനാണെങ്കിൽ പോലും ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യനായ ഒരാൾ എന്ന് പറയുമ്പോൾ അത് CPM-ന് ഒരു പക്ഷേ സ്വീകാര്യനായ ആളായിരിക്കും വിജയരാഘവൻ. അത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വിജയരാഘവന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും പ്രസക്തമാകണം. അവിടെയാണ് VK ശ്രീകണ്ഠനെക്കാട്ടിലും വിജയരാഘവനെക്കാട്ടിലും കൂടുതൽ ജനസമ്മതിയും ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന ഒരു ഇമേജും കൃഷ്ണകുമാറിനുണ്ട്. മാത്രമല്ല ജയിച്ച് പാരമ്പര്യമുള്ള, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു BJPയുടെ മെമ്പർ പോലും ജയിക്കാത്ത കാലഘട്ടത്തിൽ പോലും ആ നഗരസഭയൊക്കെ ലീഡ് ചെയ്ത് കൊണ്ടുപോയ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ജയസാധ്യത ഇല്ല എന്ന് പറഞ്ഞ് അങ്ങ് എഴുതി തള്ളാൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ എന്ന് നമുക്കറിയാം. അതൊരു മാജിക്, മോദി മാജിക് അവിടെ നടക്കുകയാണെങ്കിൽ അതിലും വിജയസാധ്യത ഉണ്ടെന്ന് പറയാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ പ്രകാരമാണ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് 2014 തെരഞ്ഞെടുപ്പ് കൂടി നമ്മൾ നിരീക്ഷിച്ചു നോക്കിയാൽ 2014 തെരഞ്ഞെടുപ്പിൽ MP രാജേഷ് ആയിരുന്നു അവിടെ. അന്ന് മറ്റുള്ള ഒരു മാജിക്കുകൾ നടക്കാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം 1,05,300 വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചിരുന്നത്. MP വീരേന്ദ്രകുമാർ ആയിരുന്നു അന്ന് UDF-ന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് അന്ന് 3,07,597 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. അന്ന് വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് JDS വിടാൻ കാരണം, UDF വിടാൻ കാരണം അന്ന് കോൺഗ്രസ്സുകാർ പാലം വലിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. കാരണം അത് ശരി തന്നെയാണെന്ന് പറയുന്നുണ്ട്. കാരണം VK ശ്രീകണ്ഠൻ 3,99,000 വോട്ട് പിടിക്കുമ്പോൾ MP വീരേന്ദ്രകുമാർ പിടിച്ചിട്ടുള്ളത് 3,07,000 ബാക്കി വരുന്ന 92,000 വോട്ട് അവിടെ പോയി എന്നുള്ളത്. VK ശ്രീകണ്ഠൻ പിടിച്ചത് 4,00,000-ഓളം വോട്ട്. എന്നാൽ അതേസമയം ഇവിടെ MP വീരേന്ദ്രകുമാർ പിടിച്ചിരിക്കുന്നത് 3,07,000 വോട്ട്. UDF-ന്റെ സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പോൾ ആ 4,00,000-ൽ ഒരു 90,000 വോട്ടിന്റെ കുറവ് വരുന്നു. ആ 90,000 വോട്ട് എവിടെയെന്ന് വീരേന്ദ്രകുമാർ അന്ന് ചോദിച്ചത് വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ അന്ന് ഈ പറയുന്ന പോലെ MP രാജേഷിനെ ജയിപ്പിച്ചതാര്? കോൺഗ്രസ്സുകാർ തന്നെയാണ് ജയിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട്. കാരണം 4,12,897 വോട്ടുകൾ, 1,05,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുന്നു. അതേസമയം അന്ന് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ 1,36,587 വോട്ടുകൾ സാന്നിധ്യം അറിയിക്കുകയാണ് ചെയ്തത്. 15% വോട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. അതിൽ നിന്നാണ് കൃഷ്ണകുമാർ 21%-ത്തിലേക്ക് എത്തപ്പെടുന്നത്. വളരെ വലിയൊരു മുന്നേറ്റമാണ്. 6%-ലധികം വോട്ട് ഷെയർ നേടിയെടുക്കാനുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ശ്രീല പറഞ്ഞ പോലെ വിജയസാധ്യത ഇല്ലാത്ത ഒരു നേതാവല്ല കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. കൃഷ്ണകുമാറിനും അത്തരത്തിൽ വലിയ വിജയസാധ്യതകളുണ്ട് എന്ന് പറയുന്നത്. കാരണം കളമറഞ്ഞാടാൻ കഴിയുന്ന ഒരു നേതാവാണ് എപ്പോഴും കൃഷ്ണകുമാർ ജനകീയനുമാണ്. കാരണം ഈ ചിലപ്പോൾ VK ശ്രീകണ്ഠനേക്കാൾ അല്ലെങ്കിൽ VS വിജയരാഘവനേക്കാളും ഒക്കെ ജനകീയനായിട്ടുള്ള, കാരണം ശ്രീല പറഞ്ഞ പോലെ ഈ തറയിൽ നിന്ന് വേല പഠിച്ച് മുന്നോട്ട് പോകുന്ന ആളെന്ന് പറയുന്ന പോലെ ജനങ്ങൾക്കൊപ്പം നിന്ന് മണ്ണിൽ നിന്ന് അവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവ്, എന്നും ആൾക്കാർക്ക് പ്രാപ്യനായിട്ടുള്ള ഒരാൾ. പക്ഷേ അവിടെയാണ് VK ശ്രീകണ്ഠനൊക്കെ ഈ വെള്ള വസ്ത്രം അണിഞ്ഞ് ഖദർ വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേക വല്ലാത്ത ജാട വരും. അവർ എന്തോ വലിയ നേതാവാണ്, MP തോന്നുന്നു. അത് VK ശ്രീകണ്ഠൻ നന്നായിട്ടുള്ള ഒരു നേതാവ്. കാരണം മുഖത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു നേതാവ്. അത് ജനം അംഗീകരിക്കുന്നതല്ല. അതിന്റെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന് VS വിജയരാഘവന്റെ കാര്യം. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അഹങ്കാരത്തിന്റെ മുഖമൊന്നും ഇല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഭാഷയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയോ ഒക്കെ പലപ്പോഴും കഴിഞ്ഞ തവണ രമ്യയെ ജയിപ്പിച്ചത് വിജയരാഘവൻ തന്നെയാണ്. അത് വിജയരാഘവന്റെ വായിരിപ്പാണ്. അതായത് നാക്ക് ശരിയില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയതാണെന്ന് പറയുന്നത്. ഞാനതാ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ സംസാര ശൈലിയൊക്കെ പലപ്പോഴും ദോഷം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ. അതും വിനയായി മാറുകയും ഒപ്പം ഭരണവിരുദ്ധ വികാരമൊക്കെ ഉള്ളത്. ഫാസിസം ചിലപ്പോഴെങ്കിലും ഇവരുടെയൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നുണ്ടെന്നുള്ളതാണ്. ഫാസിസ്റ്റ് മനോഭാവമാണ് ഈ പിണറായി വിജയനാണെങ്കിലും ഫാസിസത്തിനെതിരാണെന്നൊക്കെ പറയുന്നത്. ഫാസിസ്റ്റുകളെ എതിർക്കുകയും ബൂർഷകളെ എതിർക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ കമ്മ്യൂണിസത്തിന്റെ ആദർശവും സൈദ്ധാന്തികമായിട്ടുള്ള രീതികളുമെല്ലാം എനിക്ക് തോന്നുന്നു 90% പേരും അങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ കുറച്ച് ആൾക്കാരെ അല്ലാതെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കിപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ അറിയാം, പലരും നമ്മളോട് സംസാരിക്കുന്നതും സംസാരിച്ച ശേഷം അവർ പുറത്തു പറയുന്നതും ഒരുപക്ഷെ
നമ്മളോട് സംസാരിക്കുന്നതിന് നേരെ വിപരീതമായി നമ്മൾ തന്നെ അന്തം വിട്ടുപോകുന്ന ചില പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഉള്ളിൽ ഒന്ന് പറയുകയും പുറത്ത് മറ്റൊന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ചില വ്യക്തികളെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരാണ് വിജയരാഘവൻ അടക്കമുള്ള. കമ്മ്യൂണിസത്തിൽ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞ് അതായത് ഈ കാറൽ മാർക്സിന്റെ മാർക്സിസ്റ്റ് തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകുമ്പോൾ അതിനകത്തൊരു സ്റ്റാലിനിസ്റ്റിനെ കൂടി യോജിപ്പിച്ചുകൊണ്ട് അങ്ങനെ ആ സ്റ്റാലിനിസ്റ്റിന് ഒരു കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നൊരു കമ്മ്യൂണിസത്തെയാണ് ഇവിടെ പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയത്തിന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയപ്പെടുന്നത് CPI ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്ത്യ എന്ന് പറയപ്പെടുന്നത്. സാരഥികൾ ഇന്ന് നേതാക്കളുണ്ട് എന്നുള്ളതാണ്. അവർ വളരെ മിനിമലൈസ്ഡ് ആയിട്ടുള്ള ജീവിതം, അങ്ങനെ പന്നിനാണെങ്കിലും VS സുനിൽകുമാർ ഒക്കെ അങ്ങനെ തന്നെ മന്ത്രിയായിരുന്നിട്ടും ഇറങ്ങാൻ പറ്റാത്ത ആയിപ്പോയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് താനും. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനകത്തേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടി ധാർഷ്ട്യം മാത്രമല്ല, അവരെ സ്റ്റാലിനെ തന്നെയാണ് ദൈവമായിട്ട് കാണുന്നത്. സ്വരാജിനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സ്വരാജിനെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഫാസിസ്റ്റ് പറയുക പോലും സ്റ്റാലിനിസം കൊണ്ട് മാത്രം പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത പ്രിയ ശിഷ്യനായി തീരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഏകാധിപത്യ മനസ്സുള്ളത് കൊണ്ടും ജനങ്ങൾ ഇവരെ വെറുക്കുന്നു എന്നുള്ളത് ഇതുകൊണ്ടാണ്. കാരണം ജനങ്ങളോട് ഇടപഴകാൻ അവർക്ക് കഴിയുന്നില്ല, അറിയില്ല എന്നുള്ളതാണ്. പകരം അവരുടെ വിചാരം ജനങ്ങളെ ഇങ്ങനെ അടിച്ചമർത്തി വെച്ച് കൊണ്ടുപോകണം. ഇവരെല്ലാം കാലാകാലങ്ങളായി ഈ പാവം പിടിച്ച ചില ആൾക്കാരെ, തൊഴിലാളികളെ ഇങ്ങനെ അടിച്ചമർത്തിയും തൊഴിലാളികളോട് അവരെ ചൂഷണം ചെയ്തു, സത്യത്തിൽ ചൂഷണം ചെയ്തത് തന്നെ പറയാം. തൊഴിലാളി പ്രേമം പറഞ്ഞ് തൊഴിലാളികളെ ചൂഷണം ചെയ്യാനാണ് ഈ കണ്ട കാലം അത്രയും ചെയ്തുകൊണ്ടിരുന്നത്. അത് പാവം പിടിച്ച തൊഴിലാളികൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പഴയ ആളുകൾ അവരുടെ തലയിൽ മാർക്സിസം ഇങ്ങനെ കുത്തി നിറച്ച് ചില ക്ലാസ്സുകളും ഒക്കെ കൊടുത്ത് അങ്ങനെ അന്തം സഖാക്കളായൊക്കെ തുടരുന്ന ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഈ പാർട്ടിയുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അത് മാത്രമാണ് പുതിയതായി വരുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് DYFIയിലോ SFIയിലോ ഒന്നും, SFIയിൽ പിന്നെയും കുറച്ചുകൂടി പിള്ളേരെയൊക്കെ ഭീഷണിപ്പെടുത്തി ക്ലാസ്സുകളിൽ നിന്ന് കൊണ്ടുപോകുന്നതുകൊണ്ടുണ്ട്. പക്ഷേ DYFIയിലൊക്കെ പ്രവർത്തിക്കാൻ യുവാക്കളില്ലാത്ത അവസ്ഥയാണ്. DYFIക്ക് പെൺകുട്ടികൾ ഇപ്പൊ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്ന പഴയ കാലത്ത് എത്രയോ നേതാക്കന്മാർ എല്ലാം DYFIയിലൂടെയും SFIയിലൂടെയൊക്കെ വന്ന, ഇപ്പോൾ പേരെടുത്ത് പറയാൻ കഴിയുന്ന ഒരു ആരും തന്നെ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കണ്ടതാണ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്. പല ഗുണ്ട റൗഡി നേതാക്കന്മാരെയും വനിതാ നേതാക്കന്മാർ പോലും അത്തരത്തിലുള്ള ചിലരുടെ പേരുകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. പെൺകുട്ടികൾക്ക് പോലും അത്രത്തോളം അഹങ്കാരം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു മേഖലയായി SFIയെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു തത്വത്തിൽ നമ്മൾ അവിടുത്തെ ഈ പാലക്കാടിന്റെ മണ്ണിൽ എപ്പോഴും ഈ വീര്യം നിറഞ്ഞു നിൽക്കുന്നത് ചുവപ്പ് കൊടിയുടെ ചെങ്കൊടിയുടെ നിറമാണ് എങ്കിൽ കൂടിയും പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക്, വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടത്തിലേക്ക് ഈ വിപ്ലവം, ഇവർ പറയുന്ന വിപ്ലവം എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതാണ്. വിപ്ലവം വ്യവസ്ഥിതിയോടാണ് വേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പലപ്പോഴും വിപ്ലവം സ്വന്തം വ്യക്തിത്വം കൊണ്ട്, സ്വന്തം കുടുംബത്തോട്, സ്വന്തം വ്യക്തിത്വത്തോടൊക്കെയാണ് ഇവിടെ വിപ്ലവം ഉണ്ടാക്കുന്നത്. അതാണ് ഈ അരാജകവാദികളെ ഉണ്ടാക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. CPMന്റെ അല്ലെ SFIയുടെ ഒക്കെ ഒരു വലിയ പ്രശ്നം അവിടെയാണ്. അതായത് സംസ്കാരത്തെയും ബാക്കിയുള്ളതിനെയും ഒക്കെ തച്ച് തകർത്തെറിഞ്ഞുകൊണ്ട് സ്വയം വിപ്ലവം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നത് വിപ്ലവം വേണ്ടത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ഒരു സാമൂഹ്യ പ്രവർത്തകനോ, വിപ്ലവം വേണ്ടത് വ്യവസ്ഥിതികളോടെയാണ്. ആ വ്യവസ്ഥിതികളോടെ ചെയ്യാതെ സ്വന്തമായി ചെയ്യുന്ന ഈ രീതിയൊക്കെ പലപ്പോഴും അതൊക്കെ ആകും എനിക്ക് തോന്നുന്നു SFIയിലും അതുപോലെ തന്നെ മറ്റ് സംഘടനകളിലുമൊക്കെ DYFIയിലുമൊക്കെ ഇപ്പോൾ പെൺകുട്ടികളെയൊക്കെ പ്രവർത്തിക്കാൻ കിട്ടാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. നേരെ മറിച്ച് അവിടെയാണ് BJPയുടെ വലിയ പ്രസക്തി വരുന്നത്. BJPയിലേക്ക് വനിതകൾ കൂടുതലായി. പണ്ടൊരു കാലത്ത് എനിക്കറിയാം, ഞാനൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ഒരു വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ആ സമയത്തൊക്കെ ഒരു പെൺകുട്ടി അവരോടൊപ്പം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിരുന്നു. കാരണം ഒന്നാമത് മിഡിൽ ക്ലാസ് ഫാമിലികളിൽ പെടുന്നവരാണ് പലപ്പോഴും ഇത്തരം പാർട്ടികളിലേക്ക് വന്നെത്തപ്പെടുന്നത്. ഞാൻ പ്രതിദാനം ചെയ്ത പാർട്ടിയിലേക്കൊക്കെ വരുന്നത് മിഡിൽ ക്ലാസ്സിലേക്കുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, റോഡിൽ പോവുക, മുദ്രാവാക്യം വിളിക്കുക, ഇതൊക്കെ വലിയ നാണക്കേടുള്ള കാര്യമാണ്. ആ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന സമയത്തൊക്കെ, ആ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആൾക്കാർ കുറവായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് BJPയുടെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ
ഉള്ള ഒരു പാർട്ടി ഇപ്പോൾ BJP ആണെന്ന് പറയുന്നത്. മാത്രമല്ല പ്രാതിനിധ്യവും പലപ്പോഴും വനിതാ പ്രാതിനിധ്യം 5 സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിലും വനിതകളെ ഇറക്കുന്നത്. തോൽപ്പിക്കാൻ വേണ്ടി നിർത്തുമ്പോൾ ഇവർ ജയിപ്പിക്കണം എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ജയിക്കുമെന്ന് പ്രതീക്ഷയില്ലെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാരണവും വരുന്നുണ്ടെന്ന് വെച്ചാൽ ഇത്രയേറെ വനിതാ സ്ഥാനാർത്ഥികളും വനിതാ പ്രവർത്തകരും ഒക്കെ ഉള്ളപ്പോഴും അവിടെ നിന്ന് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ P. ശശിയെ പോലുള്ളതോ തീവ്രത കുറഞ്ഞതും തീവ്രത കൂടിയതുമായ പീഡനങ്ങളൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അത്തരം വിഷയങ്ങളിലും BJPക്ക് സ്ത്രീകളെ വളരെ വിശ്വസിച്ച് വിടാവുന്ന ഒരു പ്രസ്ഥാനം എന്നൊരു അതാ സ്ത്രീകളിനോട് ആ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ വരണമെങ്കിൽ ഇപ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വീടുകളിൽ നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ വേണം. അപ്പൊ അതൊക്കെ കിട്ടാൻ കാരണം എനിക്ക് തോന്നുന്നു BJPയുടെ പ്രവർത്തന ശൈലി, RSSന്റെ പ്രവർത്തന ശൈലി, അതെ തീർച്ചയായും BJPയേക്കാൾ ഉപരി RSSന്റെ പ്രവർത്തന ശൈലിയൊക്കെയാണ്. അത് നമുക്കറിയാം. ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിലൊക്കെ സമരത്തിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കാണുന്നത് ഇപ്പോൾ BJPയുമായി ബന്ധപ്പെട്ടാണ്. ഒരു കാലത്ത് ഒരാൾ പോലും ഇല്ലാതെ ഉള്ള എനിക്കറിയാം. എൻ്റെ അമ്മയൊക്കെ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളുണ്ട്. 1-2 തെരഞ്ഞെടുപ്പിൽ എൻ്റെ അമ്മ മത്സരിച്ചാണ്. ആ സമയത്തൊന്നും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല. വീട്ടിൽ വന്ന് കുത്തിയിരുന്ന് ആഴ്ചകളോളം കുത്തിയിരുന്ന് പറഞ്ഞാണ് സ്ഥാനാർത്ഥിയെ സമ്മതിപ്പിക്കുക. പക്ഷെ ഇപ്പൊ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. BJP കൂടുതൽ ജനകീയമായിരിക്കുന്നു, ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നിരിക്കുന്നു. സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും അതൊക്കെ ഈ സ്ത്രീകളുടെ സാന്നിധ്യവും ഒപ്പം തന്നെ സ്ത്രീകളുടെ വോട്ടിന്റെ ബലവും ഒക്കെ. കാരണം മോദിയോട് അത്തരത്തിലുള്ളൊരു ആരാധന ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് വനിതാ വിഭാഗങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പവർഫുൾ ആയ ഒരു നേതാവാണ്, ഞങ്ങൾക്കൊരു ആളുണ്ട്, ഒരു പ്രതീക്ഷയുള്ള നേതാവാണെന്നുള്ള വിശ്വസ്തതയുള്ള ഒരു നേതാവ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള നേതാവിനെ അവർ അംഗീകരിക്കുകയാണ് എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അതുകൊണ്ട് തന്നെ പാലക്കാടിൻ്റെ മണ്ണിൽ താമര വിരിയുവാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ താമര വിരിയുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയേണ്ടി വരും. വലിയ പോരാട്ടം, വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മേഖലയും ഒരു ലോക്സഭാ മണ്ഡലവുമാണ് പാലക്കാട് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആ പോരാട്ടം നടക്കുമ്പോൾ, ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ, ആ ത്രികോണ മത്സരത്തിൽ ഒരാൾ തന്നെയാണ് വിജയിക്കേണ്ടത്. പക്ഷേ ആ ഒരാൾ എന്നുള്ളത് അവിടെ ഇപ്പോൾ ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയപ്പെടുന്ന BJPയുടെ സാരഥി ആകാനും സാധ്യതയുണ്ട്. അദ്ദേഹമായിരിക്കും തീരുമാനിക്കുക ആര് വിജയിക്കണം. ഒന്നുകിൽ അദ്ദേഹം വിജയിക്കും, ഇല്ലെങ്കിൽ അദ്ദേഹം തീരുമാനിക്കും ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുവാൻ BJPക്ക് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനും കഴിയുന്നത്.